യൂണിവേഴ്സൽ എനർജി കൊണ്ടാണ് റേക്കി ചികിത്സിക്കുന്നതെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അതെന്തായിരിക്കും? ശരിക്കും റെയ്ക്കി എന്ന വേർഡിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. റെയ് എന്നും കി എന്നും. ഈ റെയ് എന്ന വാക്കിൻ്റെ അർത്ഥം പ്രാപഞ്ചിക ശക്തി എന്നോ കോസ്മിക് എനർജി എന്നോ ദൈവിക ശക്തി എന്നൊക്കെ പറയുന്ന അതിന് ജാപ്പനീസ് പറയുന്ന വേർഡാണ്. കി എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ ഒരു ഡിവൈൻ സ്പാർക്ക്, നമ്മുടെ ഉള്ളിലുള്ള ഒരു ജീവശക്തി. ഇത് തമ്മിൽ എപ്പോഴും കണക്റ്റഡ് ആണ്. പക്ഷേ ഈ കണക്ഷൻ വീക്കാകുമ്പോഴാണ് ശരിക്ക് നമുക്ക് കുറച്ച് പോരായ്മകൾ വരിക. ഇപ്പോൾ ഒരു വൈദ്യുതോപകരണം പ്രോപ്പറായിട്ട് കണക്റ്റഡ് അല്ലെങ്കിൽ, അത് ലൂസ് കോണ്ടാക്റ്റ് ആണെങ്കിൽ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യില്ല, അല്ലെങ്കിൽ വോൾട്ടേജ് കുറവാണെങ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലോ ആരോഗ്യ കാര്യത്തിലോ അല്ലെങ്കിൽ മാനസിക ആരോഗ്യത്തിൻ്റെ അവസ്ഥയിലോ എന്തെങ്കിലും പോരായ്മകൾ കാണുന്നുണ്ടെങ്കിൽ ആ കണക്ഷൻ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് ആ വ്യക്തിയെ കുറച്ചുകൂടി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതിയാണെന്ന് പറയാം. അപ്പോൾ അതിന് ഇപ്പോൾ മീൻ വെള്ളത്തെ അന്വേഷിക്കുന്ന പോലെ നമ്മളെല്ലാവരും അറിഞ്ഞോ അറിയാതെ ഒരു അന്വേഷണത്തിലാണ്. വെള്ളത്തെ നിഷേധിച്ചുകൊണ്ടും വെള്ളം ഒരു സങ്കല്പമാണെന്ന് വിചാരിച്ചുകൊണ്ടും ഒരു മീനിന് വെള്ളത്തിൽ ജീവിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ശക്തി ഉണ്ട് എന്നുള്ളതാണ് അനുഭവിച്ച് മാത്രം അറിയാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പോൾ ആ ശക്തി ഉപയോഗിച്ചുകൊണ്ടാണ് റേക്കി ചികിത്സ ചെയ്യുന്നത്. പിന്നെ അതിൽ രണ്ടഭിപ്രായം ഉണ്ടാകും. പക്ഷേ ലോകം കണ്ട ഏറ്റവും വലിയ യുക്തിവാദിയാണ് ബുദ്ധൻ. ബുദ്ധ സംസ്കാരത്തിൻ്റെ ഒരു ചികിത്സാ രീതിയാണ് റേക്കി ചികിത്സ.